നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുന്നംകുളം പോലീസ് മർദ്ദനം. സസ്പെൻഷൻ നടപടിയിൽ തൃപ്തരല്ലെന്നും നിന്നും 4 പേർക്കല്ല 5 പേർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും VS സുജിത്ത്. രാഷ്ട്രീയത്തിന് അതീതമായ ദൃശ്യങ്ങൾ കണ്ട് ജനങ്ങൾ ഐക്യദാർഢ്യം നൽകിയെന്നും സുജിത്ത്. കേട്ടുകേൾവിയില്ലാത്ത മർദ്ദനമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്നും കൂടുതൽ മർദ്ദനം CCTV ദൃശ്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിലെന്നും സുജിത്ത്. കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് കുന്നംകുളം സ്റ്റേഷനിലെ ജോലി ചെയ്തിരുന്ന ശശിധരന്റെ വീട്ടിലേക്ക്. വീടിന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത് മാർച്ച് നിറഞ്ഞ പോലീസ്. UDF അധികാരത്തിലെത്തിയാൽ ആദ്യ ഉത്തരവ് കർഷകരുടെ കുടിശ്ശിക തീർക്കാനുള്ളതെന്ന് ചാണ്ടി ഉമ്മൻ MLA. കർഷകരുടെ ജീവിതം തുലാസിലാണെന്നും അത് സംരക്ഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും MLA. നവകേരള സദസ്സിന് കോടികൾ പിടിച്ച സർക്കാർ കർഷകർക്ക് കൊടുക്കാൻ ₹1 ഇല്ലെന്ന് പറയുന്നത് ഇരട്ടത്താപ്പെന്നും ചാണ്ടി ഉമ്മൻ. വാർത്തകൾ വിശദമായി. സസ്പെൻഷൻ നടപടിയിൽ തൃപ്തനല്ലെന്നും നടപടി 4 പേർക്ക് മാത്രമല്ല 5 പേർക്ക് വേണമെന്നും പ്രതികൾക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനിരയായ VS സുജിത്ത്. രാഷ്ട്രീയത്തിന് അതീതമായി ദൃശ്യങ്ങൾ കണ്ട ജനങ്ങൾ ഐക്യദാർഢ്യം നൽകിയെന്നും സുജിത്ത് പറഞ്ഞു. കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ തന്നെ മർദ്ദിച്ചുവെന്നും CCTV ഇല്ലാത്ത സ്ഥലത്തായിരുന്നു കൂടുതൽ മർദ്ദനമെന്നും കുന്നംകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കും. സുപ്രീം കോടതിയിൽ താൻ കക്ഷി ചേരും. സുഹൈറിനെതിരെ നടപടി വേണമെന്നും സുജിത്ത് ആവശ്യപ്പെട്ടു. 5 പോലീസുകാരെയും പിരിച്ചുവിടും വരെ പോരാടും. രാഷ്ട്രീയത്തിന് അതീതമായി ദൃശ്യങ്ങൾ കണ്ട് പൊതുജനങ്ങൾ മുഴുവൻ ഐക്യദാർഢ്യം നൽകി. അതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് സുജിത്ത് കൂട്ടിച്ചേർത്തു. പുറത്തുവച്ച് ശശിധരൻ എന്ന CPO ശരീരത്തിന്റെ പുറത്ത് അടിച്ചു. മുകളിൽ വച്ച് അതിക്രൂരമായി ശശിധരൻ മർദ്ദിച്ചു. അവിടെ CCTV ഇല്ല. കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ മർദ്ദിച്ചത് CCTV ഇല്ലാത്ത മുറിയിലാണ്. SHO ആണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രാഥമിക നടപടിയെടുക്കേണ്ടത്. കോടതി പരാമർശങ്ങൾ മുന്നിലുണ്ട്. ദൃശ്യങ്ങൾ കണ്ടിട്ട് പോലും നടപടിയുണ്ടായില്ല. വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തണമെന്നും ഈ CCTV ഇല്ലാത്ത സെക്കൻഡ് ഫ്ലോറിൽ ഇല്ല. CCTV ഗ്രൗണ്ട് ഫ്ലോറിൽ CCTV നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഞങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നേ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ശശിധരൻ മുകളിൽ വെച്ച് അടിച്ചതും ഇതെല്ലാം കൃത്യമായിട്ടുണ്ട് പറഞ്ഞത് സുജിത്ത് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ശശിധരന്റെ തൃക്കൂരിലെ വീട്ടിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് വീടിനു സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. മാർച്ച് വീടിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. നിലവിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ശശിധരൻ ജോലി ചെയ്യുന്നത്. ഒപ്പം കുറ്റാരോപിതനായ നുഹ്മാൻ, സജീവൻ, സന്ദീപ് എന്നിവരും തൃശൂർ സിറ്റി പോലീസിന് കീഴിലെ വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൃശൂർ റേഞ്ച് DIG ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. UDF അധികാരത്തിലെത്തിയാൽ ആദ്യ ഉത്തരവ് കർഷകരുടെ കുടിശ്ശിക തീർക്കാനാണെന്ന് ചാണ്ടി ഉമ്മൻ MLA. കർഷകരുടെ ജീവിതം തുലാസിലാണെന്നും അത് സംരക്ഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും MLA. നവകേരള സദസ്സിന് കോടിക്കണക്കിന് രൂപ പൊടിച്ച സർക്കാർ കർഷകർക്ക് കൊടുക്കാൻ ₹1 ഇല്ലെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പാലക്കാട് പട്ടിണി സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവകാശമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെ അവകാശമുണ്ടെന്ന് മനസ്സിലാക്കുന്ന നേതാക്കന്മാർ ആ പാർട്ടിയിലില്ല. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പോലും കരുതുന്നത് മറ്റൊരാളെ മർദ്ദിക്കുന്നത് രക്ഷാപ്രവർത്തനമാണെന്നാണ് DYFI പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെയുള്ള നാട്ടിൽ സ്കെച്ചിട്ടിലല്ലേ എന്തോ ഉള്ളൂ. ഞങ്ങളെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും അങ്ങനെയൊന്നുമല്ല. സുജിത്ത് കോടതിയിൽ പോയി കോടതിയിൽ നിന്നാണ് വിശ്വാസം മേടിച്ചിരുന്നത്. അവർ വീട്ടിൽ കയറി ആരെ ആക്രമിച്ചില്ല. പക്ഷെ ഞങ്ങൾ സമരം നടത്തി. കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് K മോഹനൻ, മുൻ MLA K അച്യുതൻ, KA ചന്ദ്രൻ, മുൻ MP രമ്യ ഹരിദാസ്, പട്ടഞ്ചേരി ശിവദാസ്, ദേശീയ കർഷക സമാജം പ്രസിഡന്റ് മുതലാന്തോട് മണി, കർഷക കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി EM ബാബു, DCC ജനറൽ സെക്രട്ടറിമാരായ ബാബു നാസർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗോപാലസ്വാമി, ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നാരായണസ്വാമി, ലോയർ കോൺഗ്രസ് ഗിരീഷ്, കൃഷ്ണദാസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ R പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി കീഴത്തൂർ അസാസുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ നടത്തിയ നബിദിന റാലിയിൽ കോട്ടായി DYFI യൂണിറ്റും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. പനയൂർ സബീലൂർ റഷാദ് മദ്രസ മജിസ്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ നബിദിന റാലി നടത്തി. വഴിയിടങ്ങളിൽ നിരവധി പേർ റാലിയെ സ്വീകരിച്ചു. പ്രവാചക മഹത് ഗാനങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ നബിദിന റാലിയെ വരവേറ്റുകൊണ്ട് മധുരപാനീയങ്ങളും മധുരപലഹാരങ്ങളും നൽകി വഴിവക്കുകളിൽ നിരവധി പേർ നബിദിന റാലിയെ സ്വീകരിച്ചു.
മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം കൈമാറുന്ന നിലയിൽ എല്ലാ വിഭാഗം ആളുകളും നബിദിന റാലിയെ അഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേർന്നിരുന്നു. മദ്രസ കമ്മിറ്റി ഭാരവാഹികളും വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശ്രീനാരായണ ഗുരു ജയന്തി ദിനം വിപുലമായി ആഘോഷിക്കാൻ ഒരുക്കങ്ങളുമായി SNDP പരുത്തിപ്പള്ളി ശാഖ ആഘോഷ പരിപാടികൾ വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി യോഗം പരുത്തിപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. സംഘാടക സമിതി കൺവെൻഷനിൽ ശാഖാ സെക്രട്ടറി വിജയൻ അധ്യക്ഷത വഹിച്ചു. PK വേണുഗോപാൽ, സതീഷ് കിഴക്കേപ്പുര, മഹേഷ് കല്ലമ്പറമ്പ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കടമ്പൂർ പടിയൂർക്കാവിൽ 13ാം വർഷവും തിരുവോണ പാലട ഒരുക്കി. സമീപത്തെ 15ഓളം പാൽ സൊസൈറ്റിയിൽ നിന്നായി 1250 അധികം ലിറ്റർ പാൽ ശേഖരിച്ചാണ് പാലട തയ്യാറാക്കിയത്. 2012 മുതൽ തുടർച്ചയായി തിരുവോണത്തിന് പാലട കാവിലൊരുക്കുന്നു. 2012 മുതലാണ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവോണ പാലട ഒരുക്കാൻ തുടങ്ങിയത്. സമീപത്തെ 15ഓളം പാൽ സൊസൈറ്റികളിൽ ക്ഷീരകർഷകർ ഉത്രാടം ദിനം ഉച്ചയ്ക്ക് ശേഷം എത്തിച്ചു നൽകുന്ന 1250 ലിറ്റർ പാൽ ശേഖരിച്ചാണ് ഇവിടെ പാലട പ്രഥമൻ ഒരുക്കിയത്. വിറകടുപ്പിൽ പുളിവിറക് കത്തിച്ചാണ് ഇപ്പോഴും ഇവിടെ പാലട തയ്യാറാക്കാറുള്ളത്. പാൽ സൊസൈറ്റിയിൽ നിന്ന് പാല് എത്തിയാൽ ഉടൻ ആദ്യമായി പാലിൽ പഞ്ചസാര ചേർത്ത് തിളപ്പിക്കും. തുടർന്ന് പാലട ഉണ്ടാക്കി തുടങ്ങും. കേരളത്തിലെ പ്രമുഖ അടനിർമ്മാണ കമ്പനികളിലൊന്നായ ഒറ്റപ്പാലത്തെ സ്വകാര്യ കമ്പനിയുടെ അടയാണ് 13 വർഷമായി പാലട ഉണ്ടാക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. പാലടകൾ പലതുണ്ടെങ്കിലും പനിയൂർക്കാവിൽ വർഷത്തിലൊരിക്കൽ തിരുവോണത്തിന് ഒരുക്കുന്ന പാലടയുടെ മാധുര്യം ഒന്ന് വേറെ തന്നെയാണെന്നാണ് വർഷം തോറും പാലട വാങ്ങുന്നവരുടെ അഭിപ്രായം. നാടൻ പാൽ, പഞ്ചസാര, അട എന്നിവ മാത്രം ഉപയോഗിച്ച് പാകം ചെയ്യുന്ന പാലട പ്രഥമന്റെ ഗുണമേന്മയിൽ ഓരോ വർഷവും ആവശ്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടാകുന്നത്. 2020 കോവിഡിന്റെ കാലത്ത് മാത്രമാണ് പാലട ഒരുക്കാതിരുന്നത്. ഓണവിപണിയിൽ 250 രൂപ വരെ പാലട പ്രഥമന് വിലയുണ്ടെങ്കിലും പനിയൂർക്കാവിൽ പാലടയ്ക്ക് 200 രൂപയേ വിലയുള്ളൂ. ഇത്തവണ ഉത്രാടം ദിനം രാവിലെ തന്നെ മുൻകൂർ ബുക്കിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു. ഭഗവതിയുടെ പ്രസാദം പോലെ തന്നെ പ്രാധാന്യമുള്ള പാലട വിതരണവും ആരംഭിക്കുകയാണ്. വളരെ കാലമായി ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപുരയിൽ 13 വർഷത്തോളമായി ഈ പാലട നിർമ്മാണവും വിതരണവും തുടങ്ങിയിട്ട് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഭഗവതിയുടെ പേര് പോലെ തന്നെ പാലയുടെ പേരും എത്തിക്കഴിഞ്ഞൊരു കാലമാണ്. തിരുവോണ ദിവസം രാവിലെ 6 മണിയാകുമ്പോഴേക്കും തിരുവോണ പാലട ഒരുങ്ങിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മയിൽ അവർ തന്നെ ഉറക്കമൊഴിച്ചാണ് ഇവിടെ പാലടയുണ്ടാക്കുന്നത്. ഓരോ ഘട്ടത്തിലും ക്ഷേത്രം ഭാരവാഹികളും ജീവനക്കാരും അതീവ ശ്രദ്ധയോടെയാണ് തിരുവോണ പാലട തയ്യാറാക്കൽ കൈകാര്യം ചെയ്യുന്നത്. തിരുവോണം ദിനം രാവിലെ 7 മണി മുതൽ ക്ഷേത്രത്തിൽ തൊഴുകുന്നതിനും പാലട പ്രഥമൻ വാങ്ങുന്നതിനും ബുക്ക് ചെയ്തവർ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നു പോലും എത്തിയിരുന്നു. ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മനോഹരമായ ഓണപ്പൂക്കളവും പരമ്പരാഗത രീതിയിൽ മാതരുവയ്ക്കലുമുണ്ടായിരുന്നു. പാലട വിതരണോദ്ഘാടനം ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ക്ഷേത്രത്തിൽ നിന്ന് പാലട ഒരുക്കാൻ തുടങ്ങിയ കൊല്ലം മുതൽ 13 വർഷവും ആദ്യമായി തിരുവോണ പാലട വാങ്ങുന്ന ക്ഷേത്ര പരിസരവാസി കൂടിയായ K ശങ്കരനാരായണൻ ഇത്തവണയും പതിവ് മുടക്കാതെ പാലട വാങ്ങാൻ പാത്രവുമായി എത്തിയിരുന്നു. ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളായ P മോഹൻകുമാർ, VK ഉണ്ണികൃഷ്ണൻ, M രവികുമാർ, KP സ്വാമിനാഥൻ, P മോഹൻദാസ്, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ PP ഹരിദാസൻ മാസ്റ്റർ, ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ K രാമകൃഷ്ണൻ, P സുനിൽകുമാർ, CP രാജകുമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ PK സജീവൻ, ജീവനക്കാർ എന്നിവരും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തിരുവോണ പാലടയൊരുക്കാൻ നിറസാന്നിധ്യമായുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം പോലീസ് മർദ്ദനം. സസ്പെൻഷൻ നടപടിയിൽ തൃപ്തി നൽകുമെന്നും 4 പേർക്കല്ല 5 പേർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും VS സുജിത്ത്. രാഷ്ട്രീയത്തിന് അതീതമായ ദൃശ്യങ്ങൾ കണ്ട് ജനങ്ങൾ ഐക്യദാർഢ്യം നൽകിയെന്നും സുജിത്ത്. കേട്ടുകേൾവിയില്ലാത്ത മർദ്ദനമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്നും കൂടുതൽ മർദ്ദനം CCTV ദൃശ്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിലെന്നും സുജിത്ത്. കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് കുന്നംകുളം സ്റ്റേഷനിലെ ജോലി ചെയ്തിരുന്ന ശശിധരന്റെ വീട്ടിലേക്ക്. വീടിന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത് മാർച്ച് നിറഞ്ഞ പോലീസ്. UDF അധികാരത്തിലെത്തിയാൽ ആദ്യ ഉത്തരവ് കർഷകരുടെ കുടിശ്ശിക തീർക്കാനുള്ളതെന്ന് ചാണ്ടി ഉമ്മൻ MLA. കർഷകരുടെ ജീവിതം തുലാസിലാണെന്നും അത് സംരക്ഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും MLA. നവകേരള സദസ്സിന് കോടികൾ പിടിച്ച സർക്കാർ കർഷകർക്ക് കൊടുക്കാൻ 1 രൂപയില്ലെന്ന് പറയുന്നത് ഇരട്ടത്താപ്പെന്നും ചാണ്ടി ഉമ്മൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.